റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് കട്ട് 50 ബേസിസ് പോയിന്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. 25,000 മുകളിൽ കഴിഞ്ഞ വീക്കിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് 25,000 മുകളിൽ ക്ലോസ് ചെയ്യുകയും അവിടെ സസ്റ്റെയിൻ ചെയ്യുവാനും നിഫ്റ്റിക്ക് സാധിച്ചു എന്നുള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. എന്നാൽ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ കാരണം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു. മാർക്കറ്റിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് റിസൾട്ട് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു വളരെ മോശപ്പെട്ട ഒരു റിസൾട്ട് കഴിഞ്ഞ ഡിസംബറുകളിൽ വന്ന റിസൾട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിലെ റിസൾട്ടുകൾ കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഒരു പരിധി വരെ 21,750 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് റിക്കവർ ചെയ്തു വന്നത്. എന്നാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ കാരണം 25,000 താഴോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു അല്പം വീക്ക് തന്നെയാണ്. എന്നാൽ ഏകദേശം മെയ് 9 തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇന്നിപ്പോൾ ജൂൺ 15 വരെ ഉള്ള ഈ സമയം, ജൂൺ 14 വരെയുള്ള ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം ഒരു മാസവും ഒരാഴ്ചയും 4-5 വീക്കായിട്ട് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണ്. 24,500 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും 25,200 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനും ഇടക്കാണ് നിഫ്റ്റി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ആഴ്ചകളിൽ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ കൂടുതൽ വേഴ്സ്റ്റ് ആവുകയും ഗ്ലോബൽ ന്യൂസുകൾ ഫേവറബിൾ അല്ലാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ നിഫ്റ്റി വീണ്ടും 24,500 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ അപ്സൈഡിലോട്ട് പോകുമ്പോൾ 25,200 റിജക്ഷൻ വന്ന് നിഫ്റ്റി താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വരുന്ന വീക്കിലും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 24,500 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,200 ആണ്. ഏതെങ്കിലും ഒരു ഗ്ലോബൽ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ടമെന്റൽ ആയിട്ട് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഫണ്ടമെന്റൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിൽക്കാനാണ് ചാൻസ്. എന്നാൽ ഗ്ലോബൽ ന്യൂസുകൾ അൺഫേവറബിൾ ആയിട്ട് വരികയാണെങ്കിൽ 24,500 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല സെല്ലിംഗ് പ്രഷർ വരികയും 24,000 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ ഗ്ലോബൽ ന്യൂസുകൾ വേഴ്സ്റ്റ് അല്ലാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ്, ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ 24,500 ആയിരിക്കും ഏറ്റവും നല്ല സപ്പോർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഇനി കമ്പനികളുടെ നിഫ്റ്റിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? അതിന് എപ്പോഴും ഫണ്ടമെന്റൽ റീസൺസ് ആണ്. ഫണ്ടമെന്റൽ റീസൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിനെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് കമ്പനികളുടെ റിസൾട്ടാണ്. വരാനിരിക്കുന്ന മാസങ്ങളിലെ കമ്പനികളുടെ റിസൾട്ട് നല്ലതാണെങ്കിൽ നിഫ്റ്റിക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് 25,200 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണെങ്കിൽ 25,500 25,800 നിഫ്റ്റി എത്താനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ന്യൂസ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഈ ഫാളുകൾ, ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച നമുക്കറിയാം ഏകദേശം 400 പോയിന്റ്സോളം വരുന്ന ഗ്യാപ് ഡൗൺ വന്നു. നിഫ്റ്റി അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ റിക്കവർ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂസ് ബേസ്ഡ് ഉണ്ടാകുന്ന ഡിപ്പുകൾ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം വളരെ പെട്ടെന്ന് ന്യൂസ് ബേസ്ഡ് ആയിട്ടുണ്ടാകുന്ന ഫാളിൽ നിന്ന് എപ്പോഴും റിക്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് നിഫ്റ്റിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്നാൽ ഫണ്ടമെന്റൽ റീസൺസ് കാരണമാണ് അത് ഫോളോ ചെയ്യുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെ അനലൈസ് ചെയ്യണം. അതിൻ്റെ ഫാള് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ഒരു ഫണ്ടമെന്റൽ റീസൺസിന്റെ പ്രശ്നമില്ല. സ്റ്റിൽ വാല്യുവേഷൻ കൂടുതലാണ് എന്നുള്ളത് ഒഴികെ വേറെ പ്രശ്നങ്ങളില്ല. വാല്യുവേഷൻ അല്പം കൂടുതൽ തന്നെയാണ്. ഇനി റിസൾട്ടുകൾ നന്നാകുകയും ചെയ്തു കഴിഞ്ഞാൽ 25,200 ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പോകും. സ്വിംഗ് ട്രേഡേഴ്സ് ചെയ്യുന്നവർ പ്രത്യേകമായിട്ടും കൃത്യമായ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ വോളറ്റൈൽ മാർക്കറ്റിൽ അത് അവരുടെ പണം ബ്ലോക്കായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡിപ്പും ഓരോ ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് കയ്യിലുള്ള എല്ലാ എമൗണ്ടിനും സ്റ്റോക്സുകളോ ETF മ്യൂച്വൽ ഫണ്ടോ വാങ്ങാതെ പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വാങ്ങിക്കുക. ഡിപ്പിൽ വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ല റിട്ടേൺ തന്നിട്ടുള്ളത്. അതാണ് നിഫ്റ്റിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതാണ്. ഓരോ ഡിപ്പ് വരുമ്പോഴും കഴിയുമെങ്കിൽ നിഫ്റ്റി ബീസ് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ETF-കളോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളോ ഒക്കെ തന്നെ നല്ല ഇതാണ്. എപ്പോഴും നല്ല ഹൈ ക്വാളിറ്റി സ്റ്റോക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പെന്നി സ്റ്റോക്സുകളോ ഫണ്ടമെന്റലി സ്ട്രോങ് അല്ലാത്ത സ്റ്റോക്സുകളെ പുറകെ പോകാതിരിക്കുക.
സ്റ്റോക്കിൻ്റെ അനാലിസിസോ കാര്യങ്ങളോ അതിൻ്റെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് അറിയാത്തവരായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഉണ്ടാകുന്നത്. പലരും പല ന്യൂസിലും പല ചാനലും ഒക്കെ കേട്ടിട്ട് വാങ്ങുന്നവരായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ശക്തമായ നോളജ് ഉണ്ടെങ്കിൽ സ്റ്റോക്സിലോട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ നിങ്ങൾ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടോ നിങ്ങൾ ചെയ്യുന്ന ETF ഇൻവെസ്റ്റ്മെൻറ്റുകളോ കണ്ടിന്യൂ ചെയ്യാം. ഇത്രയാണ് ഈ വീക്കിൽ അനാലിസിസിൽ പറയാനുള്ളത്. അടുത്ത വീക്കിൽ എങ്ങനെയാണ് ഗ്ലോബൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, ഗ്ലോബൽ മാർക്കറ്റിലെ ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതനുസരിച്ചിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസിൽ നിഫ്റ്റി 24,500 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവോ, 25,200 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ നോക്കാം. രണ്ട് സൈഡിലോട്ട്, ഏത് സൈഡിലോട്ടാണ് മൂവ്മെന്റ് കിട്ടുന്നത് ആ സൈഡിലോട്ടായിരിക്കും പിന്നെ കുറച്ച് കാലം നിഫ്റ്റിക്ക് ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് ബേസ്ഡ് ആണ് വരുന്നതെങ്കിൽ ഫാൾ ചെയ്താലും വളരെ പെട്ടെന്ന് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ലിങ്ക്സുകളെല്ലാം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ള ടെലഗ്രാം ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, സോ അടുത്ത വീക്കിൽ എങ്ങനെ മാർക്കറ്റ് വരും എന്നുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്.